പട്ടികജാതി വിഭാഗക്കാർക്ക് സ്വയം തൊഴിലവസരങ്ങൾ ഒരുക്കാൻ തൃക്കാക്കരയിൽ നിർമ്മിച്ച SC വ്യവസായ പാർക്ക് നോക്കുകുത്തിയായി തുടരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 17 വർഷം പിന്നിട്ടിട്ടും ഒരു ദിവസം പോലും തുറന്നു പ്രവർത്തിക്കാത്ത കേന്ദ്രം ഇപ്പോൾ കാട് പിടിച്ച് നശിക്കുകയാണ്. നാളുകൾ ഇത്രയുമായിട്ട് ഇത് തുറന്നു പ്രവർത്തിക്കാത്തത് അധികാരികളുടെ അനാസ്ഥയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച തൃക്കാക്കര തേങ്ങോട്ടെ പട്ടികജാതി വ്യവസായ കേന്ദ്രമാണ് അധികൃതരുടെ അവഗണനയിൽ അനാഥമായി കിടക്കുന്നത്. 2005-2009 കാലയളവിൽ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2009 വലിയ പ്രതീക്ഷയോടെ അന്നത്തെ പട്ടികജാതി വകുപ്പ് മന്ത്രി AK ബാലൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാൽ 17 വർഷങ്ങൾക്കിപ്പുറം ഈ കെട്ടിടത്തിന്റെ വാതിലുകൾ ഇതുവരെ തുറന്നിട്ടില്ല. തൃക്കാക്കര നഗരസഭാ പരിധിയിൽ സ്വയം തൊഴിൽ കണ്ടെത്താനോ ഉപജീവനമാർഗം തേടാനുമായി നൂറുകണക്കിന് അപേക്ഷകരാണ് കാത്തിരിക്കുന്നത്. അർഹരായ ഇവർക്ക് തൊഴിൽ പരിശീലനമോ വ്യവസായ സംരംഭങ്ങളോ തുടങ്ങാൻ കെട്ടിടം വിട്ടുനൽകണമെന്ന ആവശ്യം ശക്തമാണ്. പൊതുമുതൽ നശിപ്പിക്കുന്നതും പട്ടികജാതി വിഭാഗക്കാരോട് കാണിക്കുന്ന അവഗണനയ്ക്കുമെതിരെ നാട്ടുകാരിൽ പ്രതിഷേധവും പുകയുകയാണ്. ഇത് നാളിതുവരെ ഒന്ന് തുറന്നു കൊടുക്കുന്നതിനോ അവർക്ക് വേണ്ടിയുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ നൂറുകണക്കിന് അപേക്ഷകൾ വന്നിട്ട് പോലും ഒന്നുപോലും തീർപ്പാക്കുന്നതിനോ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ അധികാരികൾക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടെ ചുറ്റും കാട് പിടിച്ച് നാടിനും നാട്ടുകാർക്കും ശല്യമായി പാമ്പുകളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് ഒരുപാട് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അധികൃതരുടെ അനാസ്ഥ മൂലം ഒരു ജനവിഭാഗത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാണ് ഇവിടെ ഇല്ലാതാകുന്നത്. കോടികളുടെ പൊതുമുതൽ ഇങ്ങനെ നശിക്കുമ്പോഴും നഗരസഭ കണ്ണടച്ചിരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ന്യൂസ് മലയാളം, കൊച്ചി.